ഇമാതിരി ഉടായ്പകൾ എന്നുവെച്ചാൽ സ്ത്രീകളെ യഥാർത്ഥം പറഞ്ഞാൽ ഇവിടുത്തെ സ്ത്രീകളെ മണ്ടികളാക്കുന്ന ഒരു നടപടിയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു വിഡിത്തം ഇവിടെ കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ബസ്സിൽ കയറും. അപ്പൊ പുരുഷന്മാർക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന പുരുഷന്മാർക്ക് ഇരിക്കാൻ സീറ്റില്ല എന്നുള്ളതാണ് സത്യം. എന്റെ പിതാവിന് കിട്ടാത്ത ഒരു ആനുകൂല്യം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ സ്ത്രീകളുണ്ട്. അങ്ങനെയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമസ്കാരം. UDF സർക്കാരിന്റെ പ്രകടന വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സ്ത്രീകൾക്ക് വേണ്ടി സൗജന്യ യാത്ര എന്നുള്ള ഒരു പദ്ധതി. ഇപ്പോൾ സർക്കാർ അധികാരത്തിൽ വന്നു. അത് നടപ്പിലാകാൻ 2 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. പക്ഷേ സർക്കാർ അത്തരം ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ അത്ര സുഗമമായിരിക്കില്ല എന്നുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് വലിയ പ്രതിഷേധം ഈ വരുന്ന 15-ാം തീയതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് പുരുഷ സംഘടനയുടെ സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ തന്നെയാണ്. അജിത്ത്, ഈ പറയുന്നത് പോലെ ഈ പ്രതിഷേധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രതിഷേധം ഈ സ്ത്രീകൾക്ക് ഫ്രീ ടിക്കറ്റ് അനുവദിക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമുള്ള ആൾക്കാരല്ല. യഥാർത്ഥ സംഘടന ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എല്ലാ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് ഇഷ്ടം മാതിരിയുള്ള കംപ്ലീറ്റ് സ്ത്രീകൾ ബഹുഭൂരിപക്ഷം പേരും ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. അപ്പൊ ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ഈ ഗവൺമെന്റ് സർവീസിലും IT മേഖലയിലും ഒക്കെ ഉള്ള സ്ത്രീകൾക്ക് സൗജന്യ യാത്ര യഥാർത്ഥത്തിൽ അവർക്കാണ് ഇത് ഉപകാരപ്പെടുന്നത്. യഥാർത്ഥത്തിൽ സാധാരണ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് അവര് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി പോകുന്നവരല്ല. അപ്പോ താഴേക്കടയിലുള്ളവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ വേണം എന്ത് ആഹ്വാനം ചെയ്യാൻ.